അപ്പുറത്തെ പറമ്പിലെ ചേട്ടനെ ചക്കയായിട്ടോളാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഉമ്മി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല കേട്ടോ. വൈകിട്ടായപ്പോൾ തന്നെ വേഗം പറന്ന് വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ഒരു ലാഡർ ഇരിക്കണ്ടായിരുന്നു. ആ ലാഡർ ഇട്ട് ലാഡർ ചക്കയാണെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ചക്കയാൻ്റെ തലയിൽ നിൽക്കുന്നത്. ചക്ക വെട്ടുമ്പോൾ എൻ്റെ തലയിലേക്ക് ചാടോ താഴത്തേക്ക് ചാടോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ നിന്നത്. പിന്നെ ഒരു പ്രകാരം ഞാൻ ഇടയിൽ കുത്തി എടുത്ത് ഒരു ചക്ക താഴത്തേക്ക് ഇട്ടു. പിന്നെ ഉമ്മി പറഞ്ഞു ഒന്നും കൂടി ഇടുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ലാഡർ നീക്കി വെച്ച് വീണ്ടും വലിഞ്ഞ് കയറി ഒരു ചക്കയും കൂടി ഇട്ടു. റംലാൻ മാസം അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒട്ടുമിക്ക ചക്കയും താഴത്തേക്ക് വലിച്ചിട്ടേനെ. ഈ റംലാൻ മാസം ആയതുകൊണ്ട് നമുക്ക് ചക്ക അങ്ങനെ തിന്നാൻ പറ്റുമല്ലോ. അതുകൊണ്ട് 2 ചക്ക ആകെ ഇട്ടോളൂ. ഇനി റംലാൻ മാസം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ചക്ക എടുത്ത് ഞാൻ എന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് എന്തോ ചക്ക ഞാൻ ഇവിടെ അപ്പോൾ ഉമ്മച്ചി ഞാനും കൂടി ചക്ക വെട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഈ ചക്ക വെട്ടാൻ പോലും എനിക്ക് അറിയാൻ പാടില്ല. ഞാനൊരു വാക്കത്തി എടുത്ത് കരുകൂരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോൾ നല്ല മൂത്ത ചക്കയാട്ടോ. നോക്കൂ ഗൈസ്, നിങ്ങൾക്ക് കൊതിയാവണില്ലേ? നല്ല മൂത്ത ചക്കയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വെട്ടി അടുപ്പത്തേക്ക് കയ്യിലോട്ട് പിടിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഞാനത് കരുകൂരാന്ന് അങ്ങോട്ട് ചക്ക വെട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ അത് ഒരുവിധം ചക്ക ഒന്ന് പൊളിച്ചെടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ ചക്ക പൊളിക്കുന്നതിനനുസരിച്ച് മടലും കൂടി പൊളിഞ്ഞു പോന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. ഞാൻ വീണ്ടും ചക്ക പൊളിക്കാൻ നോക്കി. വീണ്ടും മടൽ പൊളിഞ്ഞു പോന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ഭ്രാന്തായി. പിന്നെ ഞാൻ അതവിടെ ഇട്ട് ഉമ്മച്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചക്ക വെട്ടാൻ പോയിട്ടോ. അങ്ങനെ ചക്ക വെട്ടലോ കഴിഞ്ഞ് ഉമ്മച്ചിൻ്റെ ചക്ക നന്നാക്കി അടുപ്പിക്കാൻ. അങ്ങനെ ചക്ക രണ്ടടി അടിച്ച് കഴിയുമ്പോഴേക്കും ചക്ക റെഡിയായി. പിന്നെ ഞാൻ അത് ഒലത്ത് ശരിയായി കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് വിളിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അത് ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്.